അശോക് തന്റെ ചെറിയ റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് പണം എണ്ണുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ട്ണർ രാകേഷ് അദ്ദേഹത്തോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, അശോകെ, ഈ വർഷം നമ്മുടെ മാഗി വ്യാപാരത്തില് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് പാർട്ട്ണർഷിപ്പിന് ചോദിക്കുമ്പോൾ നീ ആവശ്യമില്ലാതെ പേടിച്ചല്ലോ. നീ ശരിയാണ് പറഞ്ഞത് അശോകെ. എനിക്ക് അപ്പം എന്താ തോന്നുന്നു വെച്ചാൽ ഈ ബിസിനസ് നടക്കില്ല എന്നാണ്. അപ്പോഴാണ് അശോകിന്റെ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്ന മോഹൻ എന്ന ആൾ അദ്ദേഹത്തോട് എന്തു പറഞ്ഞെന്നാൽ, ഈ കച്ചവടം നടത്താനായിട്ട് രാജശേഖരന്റെ പങ്ക് ഇത്തിരി കൂടുതലാണ്. ഇത്ര പൈസ സമ്പാദിച്ചതിന് ശേഷവും അദ്ദേഹം തന്നെ കിച്ചണിലേക്ക് വന്ന് അദ്ദേഹത്തിന്റെ കൈകൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹം തന്നെ മാഗി ചെയ്യാണ്. നിന്റെ ജോലി മാത്രം നീ ചെയ്യും മോഹൻ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് പാർട്ട്ണർ സംസാരിക്കുമ്പോൾ ഇടയിൽ കൂടെ സംസാരിക്കില്ലെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് അശോക് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി. എന്തു പറ്റി ചേട്ടാ, നിങ്ങളെന്താ ഇന്ന് ഇത്ര ദേഷ്യത്തോടെ ഇരിക്കുന്നേ? ഞാനും രാജേഷും ഒന്ന് ചേർന്നിട്ടാണ് ഈ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തത്. പക്ഷെ ആരെന്നെ കണ്ടാലും എല്ലാവരും രാജേഷിനാണ് പുകഴ്ത്തി പറയുന്നത്. എന്റെ പേരിന് ഒരു മര്യാദയും കിട്ടുന്നില്ല. റെസ്റ്റോറന്റിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് പോലും എപ്പം നോക്കിയാലും രാജേഷ് രാജേഷ് എന്നാ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ വളരെ മോശമായ കാര്യമാണ്. പിന്നെ ഈ അവസ്ഥ തുടർന്നാൽ പിന്നെ കസ്റ്റമേഴ്സിനിടയിലുള്ള നിങ്ങളുടെ പേര് പെട്ടെന്ന് മാഞ്ഞു പോകും. മാത്രമല്ല, എന്തെങ്കിലും ഒരു ദിവസം രാകേഷ് നിങ്ങളെ ബിസിനസ്സിൽ നിന്നും പുറത്തേക്ക് അയച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിച്ച് നോക്കിയോ? ഞാൻ ഇത് ആലോചിച്ചു പോലും ഇല്ലല്ലോ. നീ എന്റെ ഭാര്യയാണല്ലോ അല്ലേ? ശരി, നീ പറ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദേ നോക്കൂ, ബിസിനസ് വേറെയാണ്, ഫ്രണ്ട്ഷിപ്പ് വേറെയാണ്. നിങ്ങൾ പൂർണ്ണമായും പ്രൊഫഷണലായി മാറൂ. രാജേഷ് നിങ്ങളോട് ഒരുപാട് വിശ്വാസം വെച്ചിട്ടുണ്ട്. ഇപ്പൊ നീ എന്താ പറയാൻ വരുന്നേ? നിങ്ങൾ എന്താ ഇങ്ങനെ മടനായിരിക്കുന്നത്? നിങ്ങൾക്ക് എപ്പോഴാ ബുദ്ധി വരുന്നത്? രാജേഷ് ഒരു ദിവസം എത്രയോ പേപ്പറിൽ സൈൻ ചെയ്യുന്നുണ്ട്. എന്നെങ്കിലും ഒരു പ്ലെയിൻ പേപ്പറിൽ സൈൻ വാങ്ങിക്കൂ. അതിനുശേഷം രാജേഷ് ജീവിതം മുഴുവൻ നിങ്ങളുടെ പുറകെ ചുറ്റിക്കൊണ്ടേ ഇരിക്കും. പിന്നെ ആ പ്രോപ്പർട്ടി മൊത്തം എന്റെ പേരിൽ എഴുതി വെക്കൂ. എന്റെ പൊന്നു, ഇന്ന് നീ ആ പറയുന്നത് സത്യമാക്കിയിരിക്കുന്നു. അതായത് വിജയിച്ച മനുഷ്യന്റെ പുറകെ ഒരു പെണ്ണ് ഉണ്ടാവുമെന്ന്. അടുത്ത ദിവസം അശോക് രാജേഷിന്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹം നോക്കിയപ്പോൾ രാജേഷ് എവിടേക്കോ പോകാനായി ഒരുങ്ങുകയായിരുന്നു. എന്തു പറ്റി രാജേഷേ? നീ എവിടെങ്കിലും പോവാൻ റെഡി ആവാണോ? അതെ അശോകെ. എന്തെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ ചെറിയൊരു ഓറഞ്ച് തോട്ടം മേടിച്ചിരുന്നു. ഞാൻ എന്റെ ഭാര്യയ്ക്കും പിന്നെ എന്റെ മകള് സന്ധ്യനും അത് കാണിക്കാൻ വിളിച്ചുകൊണ്ട് പോവാണ്. രാജേഷ് പറഞ്ഞത് കേട്ടതും അശോകിന്റെ മനസ്സിൽ ഒരുപാട് അസൂയ വന്നു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നീ ഒരു ഓറഞ്ച് തോട്ടം മേടിച്ചോ? എന്റെ ഭാര്യ എനിക്ക് നല്ല കഴിവാണ് തന്നിരിക്കുന്നത്. അശോക് ചിരിച്ചുകൊണ്ട് രാജേഷിനെ നോക്കി. ഇതിൽ കുറച്ച് ബിസിനസ് ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ നീ കൈയെഴുത്തിടുന്നത് പ്രധാനമാണ്. ഒരു പ്രാവശ്യം നീ ഇത് പഠിച്ചേക്ക്. എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണ സുഹൃത്തെ? വിശ്വാസം പറയുന്നത് വലിയ കാര്യമല്ലേ? നീ ഇതുവരെ ഏതേത് പേപ്പറിൽ കൈയെഴുത്ത് ചോദിച്ചിട്ടുണ്ടോ? അത് ഞാൻ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ മാത്രം എന്തുകൊണ്ട് പഠിക്കണം? ഞാൻ കൈയെഴുത്തിടാം. ഇങ്ങനെ പറഞ്ഞിട്ട് രാജേഷ് എല്ലാ പേപ്പറിലും സൈൻ ചെയ്തു നൽകി. അശോക് വളരെ സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. രാജേഷ് തന്റെ കുടുംബത്തിന് ഓറഞ്ച് തോട്ടം കാണിച്ചതിന് ശേഷം തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം കണ്ടത് റോട്ടിൽ ഒരാൾ ആക്സിഡന്റായി കിടക്കുകയായിരുന്നു. പിന്നെ ഒരു 10 വയസ്സായ കുട്ടി അടുത്തു നിന്ന് കരയുകയായിരുന്നു. രാജേഷ് ഉടനെ കാറിൽ നിന്നും താഴേക്കിറങ്ങി ആ കുട്ടിയോട് എന്തു പറഞ്ഞെന്നാൽ, എന്തു പറ്റി മോനെ? ആരാണ് ഇദ്ദേഹം? അദ്ദേഹത്തിന് എങ്ങനെയാ അടിപെട്ടത്? ഇദ്ദേഹം എന്റെ അച്ഛനാണ്. ഞങ്ങൾ രണ്ടുപേരും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു കാറ് വേഗത്തിൽ വന്ന് എന്റെ അച്ഛനെ ഇടിച്ചിട്ട് പോയി. നീ വിഷമിക്കണ്ട മോനെ, ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ട് പോവാം. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. എന്തുകൊണ്ടെന്നാൽ ഇതുവഴി ഒരുപാട് ആളുകൾ പോയി. ഞാൻ എല്ലാരോടും സഹായം ചോദിച്ചു, പക്ഷെ ആരും തന്നെ എന്നെ സഹായിച്ചില്ല. രാജേഷ് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് രാജേഷിനോട് എന്തു പറഞ്ഞെന്നാൽ, ഐ എം സോറി സർ, ഇദ്ദേഹം ഇപ്പൊ ജീവനോടെ ഇല്ല. അത് കേട്ടതും ആ കുട്ടി ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. രാജേഷ് ആ മനുഷ്യന് അവസാനത്തെ ചടങ്ങുകൾ ചെയ്തു. എന്നിട്ട് ആ കുട്ടിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടി കരയുന്നത് കണ്ടിട്ട് രാജേഷിന്റെ മകൾ സന്ധ്യ എന്തു പറഞ്ഞെന്നാൽ, നിന്റെ പേരെന്താണ്? എന്റെ പേര് അങ്കുഷ്. നീ വിഷമിക്കണ്ട അങ്കുഷ്, ഇന്ന് തൊട്ട് ഞാൻ തന്നെ നിന്നെ വളർത്താം. നീ എന്നെ തന്നെ നിന്റെ അച്ഛനായിട്ട് എടുത്തേക്ക്. അടുത്ത ദിവസം രാജേഷ് തന്റെ റെസ്റ്റോറന്റിലേക്ക് ചെന്നു. പക്ഷെ റെസ്റ്റോറന്റിന്റെ ബോർഡ് കണ്ടിട്ട് രാജേഷ് ഒരുപാട് ഞെട്ടിപ്പോയി. ഈ ബോർഡിൽ നിന്ന് എന്റെ പേരെന്നെ ഇല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് രാജേഷ്
നേരെ ആ റെസ്റ്റോറന്റിനകത്തേക്ക് ചെന്നു. അദ്ദേഹം അശോകിനോട് ചെന്ന് എന്തു പറഞ്ഞെന്നാൽ, അശോക്, ബോർഡിൽ നിന്ന് എന്റെ പേര് നീ എന്താ എടുത്ത്? ഈ ബോർഡിൽ നിന്ന് മാത്രമല്ല രാജേഷേ, ഈ റെസ്റ്റോറന്റിൽ നിന്നും പിന്നെ നിന്റെ വീട്ടിലിരുന്നും നിന്റെ പേരിനെ എടുത്തു കഴിഞ്ഞു. നീ എന്താണ് പറയാൻ വരുന്നത്? അതായത് ഇന്നലെ നീ ഒരു പേപ്പറിൽ സിഗ്നേച്ചർ ഇട്ടില്ലേ? ഞാൻ നിന്റെ ബാങ്ക് ബാലൻസ്, പിന്നെ നിന്റെ വീട്, പിന്നെ ഈ റെസ്റ്റോറന്റ് എല്ലാം എന്റെ പേരിലേക്ക് മാറ്റി എഴുതി. ഇപ്പൊ നീ തെരുവിൽ നിൽക്കുന്ന പിച്ചക്കാരനാണ്. ഇതെനിക്ക് വലിയ ദ്രോഹമാണ്. ഞാൻ നിന്റെ മേലെ എത്ര വിശ്വാസം വെച്ചിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യണത് എന്റെ നിർബന്ധമാണ്. നമ്മൾ ഒന്നു ചേർന്നിട്ടാണ് ഈ ബിസിനസ് തുടങ്ങിയത്. പക്ഷെ നിനക്ക് മാത്രമാണ് പേരെല്ലാം കിട്ടുന്നത്. അതുകൊണ്ടാണ് എല്ലായിടത്തും നിന്ന് നിന്റെ പേര് മാറ്റിയത്. ഇപ്പൊ നിനക്ക് ഇവിടുന്ന് പുറത്തു പോകാം. രാജേഷ് ഒരുപാട് വേദനയോടെ തന്റെ വീട്ടിലേക്ക് വന്നു. പക്ഷേ വീട്ടിൽ പോലീസ് നിൽക്കുന്നത് കണ്ടിട്ട് അദ്ദേഹം വീണ്ടും ഞെട്ടിപ്പോയി. എന്തു പറ്റി? എന്തിനാ പോലീസ് വീട്ടിൽ വന്നിരിക്കുന്നത്? സാറേ, നിങ്ങളുടെ വീട് അശോകന്റെ പേരിൽ മാറിയിരിക്കാണ്. ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലിരിക്കാൻ പാടില്ല. പിന്നെ ഈ വീട്ടിലുള്ള ഏത് സാധനത്തിനും നിങ്ങൾ എടുത്തും പോവാൻ പാടില്ല. പ്ലീസ് ഒന്ന് കോപ്പറേറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ അടിച്ച് പുറത്താക്കേണ്ടി വരും. രാജേഷ് തന്റെ ഭാര്യ രുചി, പിന്നെ മകൾ സന്ധ്യ, പിന്നെ അങ്കുഷിനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും പുറത്തു വന്നു. അപ്പോഴാണ് നല്ല മഴ പെയ്യാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും ചേട്ടാ? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഇത്രത്തോളം പറ്റിച്ചു കളഞ്ഞല്ലോ. എല്ലാം ഈ അങ്കുഷ് വന്ന് കയറിയതിന് ശേഷമാണ്. നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുവച്ചാ, ഇന്നലെയാണ് ഇവൻ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ ഇപ്പോൾ തെരുവിലേക്ക് വന്നു. അങ്ങനെയൊന്നും പറയല്ല സന്ധ്യ. ഇതിൽ പാവം അങ്കുഷിന്റെ തെറ്റൊന്നുമില്ല. എന്റെ പാർട്ട്ണറാണ് എന്നെ നന്നായിട്ട് പറ്റിച്ചത്. രാജേഷ് തന്റെ കുടുംബത്തെ തന്റെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. അവരെല്ലാം രാത്രി മുഴുവൻ ആ ഓറഞ്ച് തോട്ടത്തിൽ മഴയിൽ നനഞ്ഞുകൊണ്ടിരുന്നു. രാവിലെ രാജേഷിന്റെ ഭാര്യ രുചി രാജേഷിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും ചേട്ടാ? ഇന്നലെ രാത്രി മുഴുവൻ നമ്മളെല്ലാം വിശന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സും ഇല്ല. എന്റെ പോക്കറ്റിൽ 1 രൂപ പോലും ഇല്ല രുചി. നമുക്ക് ഈ ഓറഞ്ചിനെ കഴിച്ച് വിശപ്പ് മാറ്റാം. ഇങ്ങനെ പറഞ്ഞിട്ട് രാജേഷ് മരത്തിൽ നിന്നും ഒരു ഓറഞ്ച് പറിച്ചു. പക്ഷേ അദ്ദേഹം ആ ഓറഞ്ച് പൊട്ടിച്ചതും തന്നെ അതിന്റെ അകത്തുണ്ടായിരുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം അതിശയം കൊണ്ട് അങ്ങനെ സ്തംഭിച്ചു പോയി. ആ ഓറഞ്ചിനകത്ത് ചൂടുള്ള മാഗി ഉണ്ടായിരുന്നു. ഇതെന്താ അച്ഛാ അതിശയം? ഓറഞ്ചിനകത്ത് മാഗിയോ? ഇത് യഥാർത്ഥത്തിൽ അതിശയമാണ്. അപ്പോഴാണ് രാജേഷ് ശ്രദ്ധിച്ചത്, ഏത് ഓറഞ്ച് അദ്ദേഹം അവിടെ നിന്ന് പറിച്ചോ അത് ആ സ്ഥലത്ത് വീണ്ടും ഉണ്ടായിരുന്നു. രാജേഷ് ചിരിച്ചുകൊണ്ട് തന്റെ കുടുംബത്തിലുള്ളവരെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. പക്ഷേ ഈ മാഗിയിൽ നിന്ന് വരുന്ന മണോനെ പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും നല്ല പൈസക്ക് പോവും. പക്ഷേ ചേട്ടാ, നമ്മുടെ കൈവശം ഇപ്പോൾ ഒരു സ്ഥലവും ഇല്ല. ധൈര്യത്തിന് വിട്ടേക്കല്ലേ. നമ്മുടെ ഈ തോട്ടം ഹൈവേസിന്റെ അടുത്താണുള്ളത്. നമുക്ക് ഇവിടെ തന്നെ ചെറുതായിട്ട് മരം കൊണ്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാം. പിന്നെ ഓറഞ്ച് മാഗി വിൽക്കാം. രാജേഷും അദ്ദേഹത്തിന്റെ കുടുംബവും കാട്ടിൽ നിന്നും മരങ്ങളെ വെട്ടിക്കൊണ്ടു വന്നു. പിന്നെ കഷ്ടപ്പെട്ട് ആ മരങ്ങൾ ഉപയോഗിച്ച് ഒരു ഭംഗിയുള്ള റെസ്റ്റോറന്റ് കെട്ടാൻ തുടങ്ങി. കുറച്ചു ദിവസം കഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഭംഗിയുള്ള റെസ്റ്റോറന്റ് നിർമ്മിച്ചു കഴിഞ്ഞിരുന്നു. രാജേഷ് ആ ഓറഞ്ചും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു ലക്ഷറിയായ കാർ വന്ന് നിന്നത്. നിങ്ങളെ പേര് രാജേഷ് എന്നല്ലേ? നിങ്ങളെ കൈകൊണ്ടുണ്ടാക്കുന്ന മാഗി ഒരുപാട് ദൂരെ ഫേമസ് ആണ്. പക്ഷേ ഇപ്പൊ കാണുന്ന ഈ മാഗി വളരെ അത്ഭുതമായിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് കഴിച്ചാൽ നിങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ഓറഞ്ച് മാഗിയാണ്. പിന്നെ ഒരു ഓറഞ്ച് മാഗിന്റെ വില എത്രയാണ്? ഇത് വിലയില്ലാത്തതാണ് സാർ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഇത് 2000 രൂപയാണ്. ആ പണക്കാരനായ മനുഷ്യൻ 2000 രൂപ കാശ് രാജേഷിന്റെ കയ്യിൽ നൽകി. പിന്നെ ആ മാഗി സ്വാദോടെ കഴിക്കാൻ തുടങ്ങി. ഇതിനെക്കാട്ടിലും രുചിയുള്ള മാഗിനെ ഞാൻ എവിടെയും ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ മുതലാളിയാണ്. നിങ്ങൾ ഈ ഓറഞ്ച് മാഗിനെ ഞങ്ങളുടെ 5 സ്റ്റാർ ഹോട്ടലിൽ സപ്ലൈ ചെയ്യോ? തീർച്ചയായിട്ടും ചെയ്യാം സാർ. രാജേഷ് അന്നു മുതൽ ആ 5 സ്റ്റാർ ഹോട്ടലിന് ഓറഞ്ച് മാഗി സപ്ലൈ ചെയ്യാൻ തുടങ്ങി. പിന്നെ തന്റെ മരം കൊണ്ടുള്ള റെസ്റ്റോറന്റിൽ ഇരുന്നു കൊണ്ട് ഓറഞ്ച് മാഗി വിൽക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്കകം രാജേഷിന് നല്ല സമയം വന്നു തുടങ്ങി. അദ്ദേഹത്തിന്റെ തോട്ടത്തിനടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹം വാങ്ങി. ആ സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ ആഡംബരമായ ബംഗ്ലാവ് കെട്ടി. നമ്മുടെ ഓറഞ്ച് മാഗി എല്ലാ സിറ്റിയിലും വളരെ പ്രാബല്യമായി മാറി. പക്ഷേ നമുക്ക് ഒരു രഹസ്യമാണ് മനസ്സിലാകാത്തത്. തോട്ടത്തിൽ, അതും ഒരു മരത്തിൽ, ഓറഞ്ചിനകത്ത് എങ്ങനെയാണ് മാഗി തയ്യാറാവുക?
ഞാനും ഇതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാത്രി സമയത്ത് എത്ര ഓറഞ്ചൊക്കെ പറക്കുന്നു, അടുത്ത ദിവസം തന്നെ അവിടെയൊക്കെ ഓറഞ്ചൊക്കെ വളർന്നു. അപ്പോഴാണ് സന്തോഷത്തോടെ രുചിയുടെ ശ്രദ്ധ അങ്കുഷിനെ കണ്ടത്. അവൻ സന്ധ്യയോടൊപ്പം കളിക്കുകയായിരുന്നു. പക്ഷെ ഒരു കാര്യം, അങ്കുഷ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് വളരെ ഭാഗ്യമാണ്. ഒരു ദിവസം രാത്രി രാജേഷ് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് മിഴിച്ചു നോക്കിയത്. അദ്ദേഹം തന്റെ ബംഗ്ലാവിൽ നിന്നും പുറത്ത് ആ ഓറഞ്ച് മരത്തിനടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം നോക്കി അങ്കുഷിന്റെ കണ്ണുകളിൽ നിന്നും വർണ്ണം നിറഞ്ഞ കതിരുകൾ പുറത്തേക്ക് വന്നു. ആ വർണ്ണമുള്ള നിറങ്ങൾ കാരണം ആ ഓറഞ്ച് മരം മൊത്തം നല്ല തിളക്കത്തോടെ തിളങ്ങുകയായിരുന്നു. രാജേഷ് വളരെ ആശ്ചര്യത്തോടെ അങ്കുഷിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിന്നെ നീ ആരാണ്? അപ്പോഴാണ് അങ്കുഷ് രാജേഷിനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, എനിക്കറിയാം, എന്നെങ്കിലും ഒരു ദിവസം എന്നെ കുറിച്ചുള്ള രഹസ്യം നിങ്ങൾക്ക് അറിയേണ്ടി വരുമെന്ന്. നിങ്ങളുടെ ഓറഞ്ച് മരത്തിൽ നിന്നും മാഗി ഉണ്ടാകുന്നല്ലോ, ആ അതിശയം ഉണ്ടാക്കിയത് ഞാനാണ്. നേര് പറയണമെങ്കിൽ ഞാനും എന്റെ അച്ഛനും ഈ ഭൂമിയിലുള്ളവരല്ല, ഞങ്ങൾ മറ്റൊരു ഗ്രഹത്തിലുള്ളവരാണ്. ഞങ്ങൾ മനുഷ്യരായി മാറി ഇവിടെ ചുറ്റി നോക്കാൻ വന്നതാണ്. പക്ഷെ എന്റെ അച്ഛൻ ആക്സിഡന്റിൽ മരിച്ചുപോയി. പക്ഷേ നിങ്ങളിൽ ഞാൻ ഒരു നല്ല മനുഷ്യനെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിച്ചത്. ഇപ്പോൾ ഞാൻ പോകേണ്ട സമയം എത്തിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഈ മാന്ത്രിക ഓറഞ്ച് മരം കാരണം എപ്പോഴും മാഗി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. രാജേഷിന് എല്ലാ രഹസ്യങ്ങളും മനസ്സിലായി. ഒരു ദിവസം രാജേഷ് തന്റെ റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ അശോക് കരഞ്ഞുകൊണ്ട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, എന്നെ ക്ഷമിച്ചേക്ക് സുഹൃത്തെ, ഞാൻ എന്റെ ഭാര്യനെ കൂട്ടം കേട്ട് നിന്റെ എല്ലാ സ്വത്തിനെയും ഞാൻ അവളുടെ പേരിക്ക് മാറ്റി എഴുതി. അവള് എനിക്ക് ഡിവോഴ്സ് തന്നുകൊണ്ട് പോയി. പിന്നെ എന്റെ എല്ലാ പ്രോപ്പർട്ടിനും അവള് പറിച്ചെടുത്തോണ്ട് പോയി. ഇപ്പൊ ഞാൻ വളരെ കഷ്ടത്തിലാണുള്ളത്. നീ ചെയ്ത തെറ്റിന് നിനക്ക് ശിക്ഷ കിട്ടി അശോകെ. പക്ഷെ ഞാൻ നിന്നെ പോലെ അല്ല, നീ എന്റെ സുഹൃത്താണ്. അതുകൊണ്ട് ശരിക്കും ഞാൻ നിനക്ക് ജോലി തരാം. പക്ഷെ ഞാൻ നിന്നെ എപ്പോഴും പാർട്ട്ണറായിട്ട് സ്വീകരിക്കില്ല. നീ എന്റെ റെസ്റ്റോറന്റിൽ ഇപ്പോ വെയിറ്റർ ജോലി ചെയ്യാം. എന്തെന്ന് വെച്ചാൽ നീ വെയിറ്ററിനാണ് സെറ്റ് ആവുക, പാർട്ട്ണറാകാൻ നിനക്ക് അർഹതയില്ല. രാജേഷ് പറഞ്ഞത് കേട്ടിട്ട് അശോകിന് താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ലഭിച്ചു. പിന്നെ രാജേഷിന്റെ ഓറഞ്ച് മാഗി ഈ ലോകം മൊത്തം പ്രാബല്യമായി.